ഹോർമുസിൽ കാർത്തിക് ദയവായി തുടരുക. ഇതിനിടയിൽ ഹോർമുസിൽ പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ പുറത്തിറക്കിയിരിക്കുകയാണ്. നേരത്തെ ഹോർമുസിന് നിയന്ത്രണം പൂർണ്ണമായും ഇറാന് വിട്ടു നൽകില്ല എന്നായിരുന്നു കരാറിന്റെ ഭാഗമായുള്ളത്. പക്ഷേ ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അതും ഇപ്പോൾ ഇസ്രായേലിന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കപ്പലുകൾ കടന്നു പോകാൻ അപേക്ഷ നൽകണം എന്നാണ് ഇറാന്റെ ഹോർമുസ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. 48 മണിക്കൂർ മുമ്പ് റൂട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇറാന് ഏത് രാജ്യത്തിന്റെ കപ്പൽ കടന്നുപോയാലും കൈമാറണം. മൈനുകളും കൂട്ടിയിടി സാധ്യതയും കാരണമാണ് നിയന്ത്രണമെന്നാണ് ഇറാൻ പറയുന്നത്. എങ്കിൽ പോലും ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രി ഇദാമീൻ ബെൻ ഖബീറിന്റെ ലെബനൻ ചുട്ടരിക്കണം എന്ന പ്രസ്താവനയാണെന്നും ഇസ്രായേലിന് വേണ്ടത് സ്ഥിരമായ യുദ്ധമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി കുറ്റപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം കൂടി അതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഇറാൻ ഹോർമുസിൽ കടന്നാൽ അത് അമേരിക്കയെ പ്രകോപിപ്പിക്കും, ഇസ്രായേലിനെ പ്രകോപിപ്പിക്കും. അത് ഏതൊക്കെ തരത്തിൽ ഈ സമാധാന ചർച്ചകളിലും യുദ്ധവിരാമത്തിലുമൊക്കെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപും തൻ്റെ പതിവ് ശീലം ഇപ്പോൾ പുറത്തെടുക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാൻ പൂർണ്ണമായും തകർന്നടിഞ്ഞു എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. അതിനൊരു പ്രധാനപ്പെട്ട 1-2 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഡെമോക്രാറ്റുകൾ US-ൽ ട്രംപിനെതിരെ കാര്യമായ പ്രചരണം നടത്തുന്നുണ്ട്. കാരണം ട്രംപ് ഈ ചർച്ചകൾ നടത്തിയത് ഇറാൻ അനുകൂലമായാണെന്നും ഇറാന് അനുകൂലമായ പല വ്യവസ്ഥകളും ഈ കരാറിലുണ്ടെന്നും അത് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വിരുദ്ധമാണെന്നുമാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത്. കാരണം ഇറാൻ ഭരണകൂടത്തെ പൂർണ്ണമായും മാറ്റും എന്ന് യുദ്ധം ആരംഭിച്ചപ്പോൾ ട്രംപ് പറഞ്ഞിരുന്നു. ആണവ നിരായുധീകരണം അടക്കം ഇറാനെ കൊണ്ട് എടുപ്പിക്കും എന്ന് ട്രംപിൻ്റെ പ്രസ്താവനയുണ്ടായിരുന്നു. അപ്പം യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്മാറ്റുമെന്നും യുറേനിയം പിടിച്ചെടുക്കുമെന്നും മറ്റുമുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കരാറിൻ്റെ ഭാഗമായില്ല എന്നാണ് ഡെമോക്രാറ്റുകളുടെ ഈ അവകാശവാദം. അതേസമയം ഇപ്പോൾ ട്രംപ് പറയുന്നത് ഒരു നയാ പൈസ പോലും ഇറാൻ നൽകില്ല എന്നാണ്. സമീപകാലത്തുണ്ടായ യുദ്ധം ഇറാൻ്റെ സൈനിക ശേഷിയെ പാടെ തകർത്തു തരിപ്പണമാക്കി. അവർക്ക് വ്യോമസേനയോ നാവികസേനയോ പ്രതിരോധ സംവിധാനങ്ങളോ അവശേഷിക്കുന്നില്ല എന്നും ട്രംപ് അവകാശപ്പെടുകയാണ്. കാർത്തിക്, ട്രൂത്ത് സോഷ്യലിൽ തൻ്റെ തുടർച്ചയായ കുറിപ്പുകളിലൂടെയാണ് ട്രംപിൻ്റെ ഈ അവകാശവാദം പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ വിമർശനങ്ങളെ തള്ളിക്കൊണ്ടാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ തൻ്റെ പരാജയം അംഗീകരിക്കാതിരിക്കാനുള്ള ട്രംപിൻ്റെ ഒരു നിലപാട് മാറ്റമായി വേണമെങ്കിൽ ഇതിനെ കാണാം. കാരണം കരാറിൽ വളരെ വ്യക്തമായി ഇറാന് കൊടുക്കുന്ന പണത്തെക്കുറിച്ചടക്കം സൂചനയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ട്രംപ് അത്തരത്തിലൊരു പ്രതികരണം നടത്താൻ ഇടയായ സാഹചര്യങ്ങളിൽ ഒന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയുടെ എക്സിലെ പോസ്റ്റാണ്. അതിൽ അമേരിക്ക ഈ കരാറിന് നിർബന്ധിച്ചുവെന്നും അമേരിക്ക ചില വിട്ടുവീഴ്ചകൾ ചെയ്തുവെന്നും നിരാശ കൊണ്ടാണ് അമേരിക്ക ഈ കരാറിലേക്ക് എത്തിപ്പെട്ടതും എന്ന തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് മറുപടി നൽകിയത്. ഒരുപക്ഷെ നിരാശ കൊണ്ടായിരിക്കാം ഇറാൻ ഈ കരാറിൽ ഒപ്പിട്ടത് എന്നായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. അതിന് പിന്നാലെയാണ് ഇറാൻ്റെ വ്യോമസേന ഇല്ലാതായി, നാവികസേന ഇല്ലാതായി, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതെയായി. തുടർന്നും എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നത് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ ചോദിച്ചു. അത് മാത്രമല്ല, ഈ വിവാദം, അതായത് ഇറാന് മുന്നിൽ അമേരിക്ക വിട്ടുവീഴ്ച ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ട്രംപിനെതിരെ അമേരിക്കയിൽ രാഷ്ട്രീയമായും ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിന് കൂടിയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ആ മറുപടി നൽകിയത്. ഇത്തരത്തിൽ ഒരു കരാർ, ഇത്തരത്തിൽ അവരുടെ സൈന്യത്തെ പൂർണ്ണമായും തകർത്തിട്ടും ഇറാൻ മുൻപത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ എന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് ട്രംപ് ചോദിച്ചത്. അത് അവിടുത്തെ പ്രതിപക്ഷം ട്രംപിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഈ വിഷയം. അതിനുള്ള മറുപടി കൂടിയായി വേണം അതിനെ കാണാൻ. എന്തായാലും ആദ്യം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 കാര്യങ്ങൾ. ഒന്ന്, ഹോർമുസ് സാധാരണ നിലയിലേക്ക് വരുന്നു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 18 മില്യൺ ബാരൽ ക്രൂഡ് അവിടെ നിന്ന് കയറ്റുമതി ചെയ്തു. മാത്രമല്ല 700ഓളം കപ്പലുകൾ ഇതിനായി അനുമതിക്കായി കാത്തുകിടക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ട്രംപ് അല്പം മുമ്പ് ഖത്തറിൻ്റെ അദ്ദേഹത്തിന് സമ്മാനിച്ച എയർഫോഴ്സ് 1 വിമാനത്തിൻ്റെ അനാച്ഛാദന ചടങ്ങിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. ഇക്കാര്യം ആവർത്തിക്കുകയുമാണ് ട്രംപ്. അതായത് ഇറാൻ പൂർണ്ണമായും ഈ കരാർ വലിയ തോതിൽ ഗുണം ചെയ്യും, എണ്ണ ഒഴുകും എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും അദ്ദേഹം നടത്തുന്നു. ഇനി ഇതിലേക്ക് വന്നാൽ, അതായത് ട്രംപ് എന്തുകൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുന്നു എന്നതിലേക്ക് വന്നാൽ, അതിലേറ്റവും പ്രധാനം ഒന്ന് ഇറാനുള്ള മറുപടിയാണ്. മറ്റൊന്ന്, അമേരിക്കയിൽ നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ വിഷയം ഒത്തുതീർപ്പാക്കേണ്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ ട്രംപിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ വിഷയം അവിടെ വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നതും. അതായത് ഇറാന് മുന്നിൽ അമേരിക്ക വിട്ടുവീഴ്ച ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അത് വലിയ തോതിൽ ഈ പാർട്ടിയെ ബാധിക്കും എന്ന പ്രതീതിയുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായി, അതിൻ്റെ ഒരു പ്രതിരോധമായി വേണം ട്രംപിൻ്റെ ഈ പ്രതികരണത്തെ കാണാനും.
തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കാത്തിരുന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വലിയ യുദ്ധകാഹളം മുഴക്കി യുദ്ധസന്നാഹമൊക്കെ മുഴക്കി ഇറങ്ങിയ ആളാണ് ട്രംപ്. ഇറാനെ ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞ, പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് വ്യക്തമാണ്. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപിൻ്റെ ഇറാൻ നയതന്ത്ര ഇടപെടലുകളിൽ ഭൂരിഭാഗം അമേരിക്കക്കാരും അതൃപ്തരാണെന്നാണ് പുതിയ സർവേ ഫലം പുറത്തുവിടുന്നത്. ട്രംപിൻ്റെ മൊത്തത്തിലുള്ള ഭരണ മികവിനെ 37% ആളുകൾ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. 52-ന് മുകളിൽ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന പ്രസിഡന്റിനാണ് ഇപ്പോൾ ഇത്രയധികം അമേരിക്കയുടെ എതിർപ്പ് നേരിടേണ്ടി വരുന്നത് എന്നാണ് പ്രധാനം. മെയ് മാസത്തിലെ കണക്കുകൾക്ക് സമാനമാണ്. ഇറാൻ വിഷയത്തിൽ 65% അമേരിക്കക്കാരും ട്രംപിൻ്റെ നടപടികളെ എതിർക്കുകയാണ്. 3 മാസത്തോളം നീണ്ടുനിന്ന ഇറാനുമായുള്ള സംഘർഷം അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ ജനപ്രീതി ഇല്ലാത്ത ഒന്നായിരുന്നു എന്നാണ് ഇപ്പോൾ സർവേ പറയുന്നത്. ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടിൽ നിന്ന് പെട്ടെന്ന് മാറി ചർച്ചകൾക്കും കരാറുകൾക്കുമൊക്കെ ട്രംപ് തയ്യാറായതാണ് ജനങ്ങളെ ഇത്രയധികം പ്രകോപിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, ട്രംപുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ നയത്തിനെതിരെയും ആളുകൾ രംഗത്ത് വന്ന പശ്ചാത്തലം ഉണ്ട്. അതായത് അമേരിക്കയെ വിദേശ യുദ്ധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും എന്നുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനം, അതിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോയി എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ആ തരത്തിൽ ചിന്തിക്കുന്നത് എന്ന് വേണം ഈ സർവേ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. യഥാർത്ഥ ലക്ഷ്യം സമാധാനമെങ്കിൽ അതിലേക്ക് ട്രംപ് എത്തുന്നില്ല എന്നും ജനങ്ങൾ നിലപാടെടുത്തു. ഇസ്രായേലിനൊപ്പം ട്രംപ് നിൽക്കുന്നതിനെയും എതിർക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് എന്നാണ് ഈ സർവേ ഫലങ്ങൾ കൂടി സൂചിപ്പിക്കുന്നത്. ഏതായാലും ഡെമോക്രാറ്റുകളുടെ വിമർശനത്തിന് പിന്നാലെ ഇപ്പോൾ ട്രംപിനെതിരെ അമേരിക്കൻ ജനതയും രംഗത്ത് വരുന്നു എന്നുള്ളത് സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്.